ഇത് ഡിജീൻ്റെ ഒരു ആമ്പാണ്. ഡിജി സൗണ്ട്സ് DSP 3.0E കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നറിയോ? അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആമ്പ് ഇപ്പോൾ ഓണായി, പക്ഷേ ഡിസ്പ്ലേ ഒന്നുമില്ല. ഇത് ഡിസ്പ്ലേ വരാതെ ഇതിലെ സൗണ്ട് കൺട്രോള് ഇത് കാരണം ഒരു എൻകോഡർ ടൈപ്പാണ്, ഒരു സംഭവം വരില്ല. അപ്പോൾ ഡിസ്പ്ലേ ശരിയാക്കണം. അപ്പോൾ ഇതിപ്പോൾ അവർ പറഞ്ഞത് ചെക്ക് ചെയ്തിട്ട് എടുത്ത് വെച്ച് പിന്നെ എടുത്ത് കണക്ട് ചെയ്തപ്പോൾ ഒന്നും വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഇങ്ങനെ വരുമ്പോഴേ ഇതിനുണ്ടോ ഇവിടെ ഡ്രൈവ് ചെയ്യണ ഒരു ബോർഡുണ്ട്, ഡിസ്പ്ലേയും. അതായത് നമ്മൾ എൻകോഡർ ടൈപ്പ് തന്നെ, ഇൻപുട്ട് സിഗ്നലിന് എടുത്തിട്ട് ഡിസ്പ്ലേ ആയിട്ട് ഡിജിറ്റൽ ടൈപ്പ് ആക്കിയിട്ട് കൊടുക്കണം ഇതിൻ്റെ ഇത്. അപ്പോൾ ഇതിങ്ങനെ സംഭവിക്കൽ ഈ ബോർഡ് കംപ്ലൈൻറ്റ്. ഒന്നാമത് ഇതിൻ്റെ വോൾട്ടേജ് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഓവർ വോൾട്ട് എന്തെങ്കിലും മൈനൗട്ട് കൊണ്ട് എന്തെങ്കിലും വോൾട്ടേജ് വിഷയങ്ങൾ വന്നു കഴിഞ്ഞാലും ഇങ്ങനെ സംഭവിക്കലുണ്ട്. പിന്നെ ഈ ബോർഡിൻ്റെ പ്രോസസ്സിങ് IC പോയതാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇവിടെ 2 കൺട്രോൾ ഇട്ടിട്ട് നോർമലി അനലോഗായിട്ട് കൺട്രോൾ ഇട്ടിട്ട് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് കൊടുക്കുക ചെയ്യാം. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ വേറെ ഇഷ്യൂസ് ഉണ്ട്. കാരണം നമുക്ക് ബ്രിഡ്ജ് മോഡിലൊക്കെ മാറ്റാൻ പറ്റില്ല, 2 ചാനലായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും ബ്രിഡ്ജ് മോഡിലൊക്കെ ആക്കുന്ന രീതിക്ക് നമുക്ക് ഈ ബോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാനിത് റെഡിയാക്കിയിട്ട് ഇത് ഏത് രീതിയിലാണ് നന്നാവണം നോക്കട്ടെ. ഇത് ചിലപ്പോൾ ഈ ബോർഡ് ക്ലിയർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോർഡ് നമുക്ക് ക്ലിയർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നോർമലി 2 കൺട്രോൾ ഇടുമ്പോൾ വേറെ നമ്മളൊരു ഡ്രൈവറായിട്ടൊരു ബോർഡ് ഉണ്ടാക്കണം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളതും കൂടി ഞാൻ ഇത് ഇങ്ങനെ റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് അങ്ങനെ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ ഇടാം. എന്താ ആമ്പിൻ്റെ ഉൾവശം കാണിച്ചു തരാം. ഇങ്ങനെ വരുന്നത് 2 സൈഡിലായിട്ട്, പിന്നെ നോർമലി വരണ ഒരു കപ്പാസിറ്റർ, പിന്നെ ഇത് ഇവർ എക്സ്ട്രാ ഒരു കവറിങ് ഇതിന് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചില മിക്സറൊക്കെ അഴിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹമ്മിങ് നോയ്സൊന്നും ബോർഡിലേക്ക് എവിടെയും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ഷനായിട്ട് നല്ലൊരു കവറും ഇതിനുണ്ടാവും. അപ്പോൾ ഞാനിത് റെഡി ആക്കിയിട്ട് എന്താ ഏതാണെന്നുള്ളത് നോക്കിയിട്ട് ഞാൻ വീഡിയോ ഇടാം കേട്ടോ. കാരണം ഇതാദ്യം ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് വരുത്താൻ പറ്റുമോ നോക്കട്ടെ. ഡിസ്പ്ലേ വരികയാണെന്നുണ്ടെങ്കിൽ വലിയ ചിലവില്ലാതെ ഇത് കേസിലാവും, ഇല്ലാന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് കുറച്ച് പൈസ ഇത് ചിലവാകും. അപ്പോൾ ഏതായാലും ഇതിൻ്റെ തീരുമാനമായിട്ട് ഞാൻ വീഡിയോ ഇടാം. ബൈ.